പരശുരാമൻ മഴുവെറിഞ്ഞ് കടൽ നീക്കി കരയാക്കിയ പുണ്യഭൂമി. കടലും കർണാടകവും അതിരിടുന്ന കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട 300-ലേറെ വർഷങ്ങളുടെ ഗരിമയോടെ നിൽക്കുന്നു. രണ്ടാമത്തെ ചെറിയ ജില്ലയാണെങ്കിലും ഏറ്റവും കൂടുതൽ പുഴകളും ഭാഷകളും ഇവിടെയാണുള്ളത്. മലയാളവും കന്നഡയും ഔദ്യോഗിക ഭാഷകൾ. പുറമെ തുളു, കൊങ്കണി, ബ്യാരി, മറാഠി, കൊറഗ, ഉറുദു എന്നിങ്ങനെ ബഹുഭാഷാ പ്രദേശം. കാസർഗോഡ് മലയാളം വേറിട്ട് നിൽക്കുന്നു. തുളുവും കന്നഡയും ഉറുദുവും കലർന്ന മലയാളം. കോലത്ത് നാടിന്റെയും തുളുനാടിന്റെയും ഭാഗമായിരുന്ന കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല. ഉത്തര കേരളത്തിൽ, പ്രത്യേകിച്ച് കാസർഗോഡും കണ്ണൂരും പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ പ്രമുഖമായ ഒന്നാണ് തെയ്യം. ഏതാണ്ട് 500 തെയ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സാധാരണയായി 120 തെയ്യങ്ങളാണുള്ളത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിന്റെ നർത്തനത്തെ തെയ്യാട്ടമെന്നും തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലമെന്നും വിശേഷിപ്പിക്കുന്നു. തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം 10-ന് കാസർഗോഡുള്ള കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിന്റെ വരവോടുകൂടിയാണ്.